വെൽക്കം ടു നമ്മുടെ ബെഡ്ഷീറ്റിന് വേണ്ടിയാണ്. നമുക്ക് ഫസ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആട്ടോ. ഇതിന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല രസമുള്ള ഫ്ലോറൽ ആ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. പിങ്കും ആ ഒരു ഓനിയൻ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ. ഇതിൻ്റെ ചെറിയതായിട്ട് ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ. ബോർഡറിന്റെ കളറാണ് ഏറ്റവും അട്രാക്റ്റീവ് എനിക്ക് തോന്നുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു ലൈലാക്ക് ഷെയ്ഡ്, ലാവൻഡറും അല്ല പിങ്കും അല്ലാത്തൊരു ലൈലാക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് കോമ്പിനേഷൻ വരുമ്പോൾ ഇങ്ങനെയാട്ടോ. ഇത് ശരിക്കും വൈറ്റ് അല്ല, ഒരു ഐവറി പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഒരു ക്രീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ബോർഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ കളറോട് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ, മൊത്തത്തിൽ ഇട്ട് കാണാനായിട്ട്. ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പാറ്റേൺ ആണ്. പിന്നെ പില്ലോ കവർ എല്ലാത്തിലും നോർമലി വരാറുള്ള പോലെ തന്നെ ചെയ്യുന്നവിടെ സെൻറ്ററിൽ ആ സെയിം തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പില്ലോ കവറും കേട്ടോ. ഇതാണ് പില്ലോ കവറിൻ്റെ ഏകദേശം സൈസ് വരുന്നത്. കോമൺ ആയിട്ട് വരാറുള്ള ഏകദേശം ആ സെയിം തന്നെ ആ ഒരു സൈസാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 890 890. അടുത്ത ഇതും കിങ് സൈസ് തന്നെയാണ്. ചെക്ക് പാറ്റേൺ ആട്ടോ, വൈറ്റ് ആൻഡ് റെഡിന്റെ കോമ്പിനേഷനാണ്. കുഞ്ഞു കുഞ്ഞു ചെക്കാണ്. ബോർഡർ വരുന്നത് റെഡ് കോമ്പിനേഷൻ. അപ്പോൾ ഇതും ഇട്ടാൽ നല്ല കേട്ടോ. ഇതിന്റെ ആ ഒരു മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്, തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ബോർഡർ റെഡും ബാക്കി അകത്തോട്ട് ഇതുപോലെ സ്ക്വയർ, നല്ല രസമുള്ള സ്ക്വയർ പാറ്റേൺ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പില്ലോ കവർ വരുന്നത്. റേറ്റ് സെയിം തന്നെ കേട്ടോ. നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കറക്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം സ്ക്രീൻഷോട്ട്. എല്ലാ ഐറ്റത്തിൻ്റെ ആണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ റേറ്റ് 890 890. ട്യൂൺ സൈസിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കാണിക്കുന്നത്. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. ഞാൻ നേരത്തെ ഇങ്ങനെ എല്ലാവരും ചോദിച്ചായിരുന്നു, പ്ലെയിൻ ഐറ്റംസ് ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാറ്റിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത്തിരിയുടെ സ്മൂത്ത് ഫിനിഷ് ആണ് മെറ്റീരിയൽ വരുന്നത്. സാറിന് വരുന്ന കോട്ടൺ ആ ഒരു തിക്ക് ഫാബ്രിക്കിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയത്. സെയിം റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു വന്ന പാടെ ആയതുകൊണ്ട് കുറച്ച് ചുളുക്കമുണ്ട്. നമ്മളത് അയൺ ചെയ്യുമ്പോഴത്തേനും നോർമലാവും കേട്ടോ. ഇത് പിന്നെ ഈ ഒരു വൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഓവർ വൈറ്റില്ല, നീലമുക്കിയ കളറല്ല, നമ്മുടെ ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ശരിക്കും നമുക്കൊരു ഹോട്ടലിലൊക്കെ ഇടുന്ന ആ ഒരു ഫീൽ കിട്ടും ആ ഒരു വൈറ്റ് ഇടുമ്പോഴത്തേന്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതും 90 100 ആണ് സൈസ് വരുന്നത്. അതായത് ക്യൂൺ സൈസ്, ഡബിൾ ബെഡ്ഷീറ്റിന് ഡബിൾ കോട്ടിനൊക്കെ പറ്റുന്ന സൈസാണിത്. വൈറ്റും അങ്ങനത്തെ ഇതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് മാത്രമാണ് ഈ ഒരു മോഡൽ വരുന്നത്. സാറ്റിൻ കോട്ടണിൽ വരുന്നതെല്ലാം ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഇത് ഞാൻ കാണിച്ച് നോക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ കളേഴ്സ് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. വേറെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് വൈറ്റ് ആയിട്ട് തന്നെ കിടക്കും. അങ്ങനെ ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. വേറെ ഒന്നും അങ്ങനെ പ്രിന്റോ കാര്യങ്ങളോ ഇഷ്ടമില്ല. നമുക്കൊരു ഹോട്ടൽ റൂമിൽ കിടക്കുന്ന ഒരു പിന്നെ അത് മാത്രമല്ല, ഇതിൽ നമുക്ക് ചെറുതായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തെടുക്കുന്നവരുണ്ട്, ബ്രഷ് പെയിന്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇതെടുത്തിട്ട് വർക്ക് ചെയ്ത് നമുക്ക് വേറെ ഇതിൽ വിൽക്കാനും പറ്റും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. വൈറ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളേഴ്സ് തന്നെ വേണ്ടവർക്ക് അങ്ങനെ എടുത്തു തരാം. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ചുളുക്കം കണക്ക് കൂട്ടണ്ട കേട്ടോ. നമുക്ക് അവർ തേച്ച് ചെയ്യുമ്പോൾ അയൺ ചെയ്യുമ്പോൾ നോർമലാവും. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഓർഡർ പറഞ്ഞാൽ മതി. 2 പില്ലോ കവർ തന്നെ ഇതിലും വരുന്നത്. ഇതിൻ്റെ റേറ്റ് 790 79. അപ്പം സെയിമിൻ്റെ തന്നെ കളർ ചേഞ്ച്. അടുത്ത കളർ വരുന്നത് ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. മുമ്പേ കാണിച്ച വൈറ്റിൻ്റെ തന്നെ കളർ ചേഞ്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് ഡൈ ചെയ്ത് നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സിലായത് ചെയ്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് കേട്ടോ. ഇതാണ് സൈസ്. ഇതിനും പില്ലോ കേസ് ഉണ്ടല്ലോ, എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ വരുന്നത്. 2 പില്ലോ കവർ എല്ലാത്തിനും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ലൈറ്റ് കളേഴ്സ് മതി, പ്രിന്റ് വേണ്ടാന്ന് താല്പര്യമുള്ളവർക്ക് ഇതെടുക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം നമ്മളിപ്പോൾ ഈ റൂമിലൊക്കെ ഇടുന്നത് കൂടുതലും ഒത്തിരി പേര് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടാണ്. പ്രിന്റ് ഇടുന്നവരും ഉണ്ട്, പക്ഷേ ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഷോപ്പിൽ അത്യാവശ്യം ഈ ഒരു മോഡലിന് സെയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓൺലൈനിൽ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ മതി. എൻ്റെ കളേഴ്സ് വേറെ കൊണ്ടുവരാതെ ഞാൻ ജസ്റ്റ് 2 സാമ്പിൾ കളേഴ്സ് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് വൈറ്റും ബ്ലൂ ആണ്. ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സ് എല്ലാം ഒരേ ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് റൂമിൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് ഇടാം. ചിലർക്ക് ഇങ്ങനെ ബോർഡർ നമുക്ക് ആ ഒരു ചെറിയ സൈഡിൽ മാത്രം എന്തെങ്കിലും ഡിസൈൻഡ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ പ്ലെയിൻ കളേഴ്സ് ഇട്ടാലും നല്ലതായിരിക്കും. ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് സാറിന് വരുന്ന ആ ഒരു തിക്ക് കോട്ടണേക്കാളും കുറച്ചുകൂടെ സ്മൂത്ത് ഫിനിഷാണ് ഈ ഒരു മെറ്റീരിയൽ. അതായത് സാറ്റിൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതെടുക്കാം. ഇതിന് റേറ്റ് സെയിം തന്നെയാണ്, 790 മാത്രമേ ഉള്ളൂ. 790.